മന്ത്രി വി ശിവൻകുട്ടിയെ നേരിട്ട് കണ്ട് GR അനിൽ ഔദ്യോഗിക വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച. പരാമർശങ്ങളിൽ വി ശിവൻകുട്ടിയെ GR അനിൽ ഖേദമറിയിച്ചു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി തന്നെ തനിക്ക് ചിലരുടെ പ്രതികരണങ്ങൾ വലിയ വിഷമമുണ്ടാക്കി എന്ന് എടുത്തു പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ GR അനിലിന്റെ സന്ദർശനവും ഖേദപ്രകടനവും. ഇന്ന് രാവിലെയാണ് മന്ത്രി GR അനിൽ വി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തി കൂടിക്കാഴ്ച നടത്തിയത്. നേരിട്ട് എത്തി, മറ്റ് കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാരും ഉണ്ടായിരുന്നില്ല. നേരിട്ട് തന്നെ എത്തി. നിലവിൽ ഈ PMC വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ തനിക്ക് ഈ GR അനിലിന്റെ ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ അത് വേദനയുണ്ടാക്കി, വിഷമുണ്ടാക്കി എന്നുള്ള പരാമർശം, അതുമായി ബന്ധപ്പെട്ട് ഖേദമറിയിച്ചു എന്നുള്ളതാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും രാവിലെയായിരുന്നു കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിൽ മറ്റ് കാര്യങ്ങൾ, ഇതുവരെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാം, അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് അത് ഈ PMC വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പാർട്ടിയുടെ നിലപാടും അതുമായി ബന്ധപ്പെട്ട ഒരു വൈകാരിക പ്രകടനം മാത്രമായിരുന്നു എന്നുള്ളതാണ് GR അനിൽ മന്ത്രി വി ശിവൻകുട്ടിയെ അറിയിച്ചത്. എന്തായാലും രാവിലെയായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. ഇന്നലെയാണ് വി ശിവൻകുട്ടി തുറന്നടിച്ചുകൊണ്ട് CPI നേതാക്കളുടെ, പ്രത്യേകിച്ച് GR അനിലിന്റെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകൾ, താൻ പാർട്ടി ഓഫീസിലേക്ക് ഒരു അനുനയ നീക്കത്തിന് എത്തിയ ഘട്ടത്തിൽ ആരെങ്കിലും പാർട്ടി ഓഫീസിലേക്ക് കയറി വന്നാൽ അവരോട് സംസാരിക്കാതിരിക്കാൻ കഴിയുമോ എന്നുള്ള പരാമർശമായിരുന്നു GR അനിൽ നടത്തിയത്. ഇതിൽ വലിയ വേദനയുണ്ട് എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ വി ശിവൻകുട്ടി പ്രതികരണമായി പറയുകയും ചെയ്തത്. ഒപ്പം തന്നെ പ്രകാശ് ബാബു MA ബേബിയെ പറ്റി നടത്തിയ പരാമർശവും വേദനിപ്പിച്ചു എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ തന്നെ പ്രകാശ് ബാബു MA ബേബിയെ വിളിച്ച് ഖേദപ്രകടനം നടത്തുകയും ചെയ്തു. അതിനൊപ്പം ASF AYF പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം, കോലം കത്തിക്കൽ ഉൾപ്പെടെയുള്ള നടപടികളും അത് ശരിയായ രീതിയായിരുന്നില്ല എന്നുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ASFും AYFും ഇന്നലെ തന്നെ ഖേദപ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വലിയ സമരം, അതായത് പാർട്ടി മുന്നണി സംവിധാനങ്ങളെയൊക്കെ ബാധിക്കുന്ന നിലയിലുള്ള പ്രതിഷേധം നടത്തിയതിൽ CPI തന്നെ നേരിട്ട് ഈ യുവജന വിദ്യാർത്ഥി നേതാക്കളോട് അവരോട് കാരണം കാണിക്കൽ നോട്ടീസ് ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്ന നിർദ്ദേശമാണ് CPI നൽകിയിട്ടുള്ളത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് GR അനിലിന്റെ മന്ത്രിയുടെ വീട്ടിലെത്തിയുള്ള സന്ദർശനം. സുനിൽ ഐസക് കൂടിയുണ്ട്. സുനിൽ, PMC പദ്ധതിയിലെ തുടർ നടപടി സംബന്ധിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ പ്രവർത്തനമൊക്കെ സംബന്ധിച്ച് എന്താണ് മന്ത്രി വി ശിവൻകുട്ടിയുടെയും ഒപ്പം ജനറൽ സെക്രട്ടറി MA ബേബിയുടെയും പ്രതികരണം? എന്തായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. CPIയും CPIഎമ്മും തമ്മിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു. അതിനപ്പുറത്തേക്ക് ശിവൻകുട്ടി പറഞ്ഞതുപോലെ ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്ന് പറഞ്ഞാണ് ആ വിഷയം അവിടെ അവസാനിക്കുന്നത്. അതൊരു പക്ഷേ അല്പസമയം മുമ്പ് വിജയ് നൽകിയ വാർത്തയ്ക്ക് തുടർച്ച എന്ന നിലയ്ക്ക് രാവിലെ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. അതാണ് ഒരു പൂർണ്ണമായ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും പ്രശ്നപരിഹാരം എന്നത് തന്നെയാണ്. അതുകൊണ്ട് പൂർണ്ണമായ ഒരു വെടിനിർത്തൽ LDF ഉണ്ടായിരിക്കുന്നു. LDFനെ സംബന്ധിച്ചത് കൃത്യമായി ആശ്വാസകരമായ കാര്യവുമാണ്. പക്ഷേ ഇപ്പോൾ PMC വിഷയവുമായി ബന്ധപ്പെട്ട് വന്നാൽ SSK ഫണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല എന്നാണ് ശിവൻകുട്ടി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഫണ്ട് ഇന്ന് ലഭിക്കേണ്ടിരുന്ന ഫണ്ടായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ ഇന്ന് ഫണ്ട് ലഭിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ പുതിയ സംഭവ വികാസങ്ങളിലേക്ക് പശ്ചാത്തലത്തിൽ ആ ഫണ്ട് ലഭിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഔദ്യോഗികമായി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് കത്ത് നൽകിയിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ സംഭവ വികാസങ്ങൾ കേന്ദ്രം വളരെ സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് ഫണ്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങളുള്ള സാധ്യത വളരെ കുറവാണ്. ഒപ്പം ഉപസമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിന് ഉപസമിതി രൂപീകരിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോഴും പോയിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ കടക്കും അതിലേക്ക്. മാത്രമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഇത് ഔദ്യോഗികമായി ഒരു രേഖാമൂലം, ഒരു കത്തായി തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കാനുള്ള ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അങ്ങനെ നേരത്തെ CPIക്ക് കൊടുത്തിട്ടുള്ള കരാർ പോലെ അല്ലെങ്കിൽ വാഗ്ദാനം പോലെ തന്നെയാണ് പിന്നീട് ഇതിൽ നിന്ന് തൽക്കാലത്തേക്ക് അത് മരവിപ്പിക്കാനും പിന്നീട് പതിയെ പിന്നോട്ട് പോകാനുമുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ ഔദ്യോഗികമായി എത്തിയിട്ടുണ്ട്. അതിന്റെ കത്ത് തയ്യാറായിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് കൂടി ബോധ്യപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ആ കത്ത് ഔദ്യോഗികമായി അയക്കുക. ഒരുപക്ഷെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി ഇത് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് നൽകാനാണ് സാധ്യത. ഉപസമിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിന് പിന്നാലെ മാത്രമായിരിക്കും നടക്കുക.
ദിവ്യ. യെസ്, എന്തായാലും ചട്ടിയും കലവും ഒക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. പക്ഷെ പ്രശ്നം CPI CPM എതിർപ്പും തർക്കവും ഒക്കെ തീർന്നു എന്നാണ് MA ബേബിയുടെയും ശിവൻകുട്ടിയുടെയും പ്രതികരണം.